കോഴിക്കോട് വടകര MDMA ലഹരി ഇടപാട് കേസിലെ മുഖ്യപ്രതിയും മുൻ അധ്യാപികയുമായ കീർത്തനയുടെ കസ്റ്റഡി കാലാവധി വൈകിട്ട് അവസാനിക്കും. കഴിഞ്ഞ ദിവസമാണ് വടകര കോടതി ചോദ്യം ചെയ്യാനായി കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ ഉൾപ്പെട്ട പ്രതികളുമായി ലക്ഷക്കണക്കിന് രൂപയുടെ UPI ഇടപാട് കീർത്തന നടത്തിയെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിവരെയാണ് പ്രതിയും അധ്യാപികയുമായിരുന്ന കീർത്തനയെ വടകര NDPS കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കേസിലെ ഒന്നാം പ്രതി സഫാനിൽ നിന്ന് കീർത്തന പണം സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു പ്രതികളായ കാവ്യ, നീഷ്മ, ജിജിൻ കുര്യാക്കോസ് എന്നിവരുമായി ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. കീർത്തനയെ കസ്റ്റഡിയിൽ കിട്ടാൻ വടകര NDPS കോടതിയിൽ നൽകിയ ഹർജിയിലാണ് അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ കീർത്തനയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ NDPS കേസിൽപ്പെട്ട പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതുമായ ഫോട്ടോകളും ലഹരി ഇടപാടുകളും സംബന്ധിച്ച ചാറ്റുകളും ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. അധ്യാപികമാർ ലഹരി വിൽപ്പനക്കാരായി കുട്ടികളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാവ്യ, നീഷ്മ, സഫാൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെ പ്രതിയായ ജിജിൻ കുര്യാക്കോസിനെ കഴിഞ്ഞ മെയ് 20-ന് പയ്യോളി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു MDMA സാമ്പത്തിക ഇടപാട് കേസിൽ വടകര കോടതി റിമാൻഡ് ചെയ്തു. അടുത്തിടെ പയ്യോളിയിൽ ലഹരി മരുന്നുമായി പിടിയിലായ ഫഹദുമായി ജിജിന് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. കേസിൽ തനിക്ക് പങ്കില്ലെന്ന് കീർത്തന മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.